ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ഇവല്യൂഷൻ്റെ പ്രൂഫാണ്, എവിഡൻസസ് ഫോർ ഇവല്യൂഷൻ. അതിൽ ഫോസിൽസ് മറ്റ് പഠിച്ചു, അതായത് പാലൻറ്റോളജിക്കൽ എവിഡൻസ് പഠിച്ചു. അതേപോലെ നമ്മൾ പഠിച്ച മറ്റൊരു ടോപ്പിക്കാണ് മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസ്. അതായത് ഫോസിൽസിനെ പറ്റി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഡൈനോസേഴ്സിനെ പറ്റി, എക്സ്റ്റിങ്ക്റ്റ് അനിമൽസിനെ പറ്റിയിട്ടും കണക്റ്റിംഗ് ലിങ്കിനെ പറ്റിയിട്ടും ഫൈലോജനി, ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഇങ്ങനെ കാര്യങ്ങൾക്കായി നമ്മൾ ഫോസിൽസിനെ യൂസ് ചെയ്യുന്നു. അതുവഴി അതാണ് പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്, അവയുടെ എന്താണ് ഹോമോലോഗസ് അനലോഗസ് ഓർഗൻസ്, അതുവഴിയാണ് നമ്മൾ പറഞ്ഞത് കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ട് എന്നും ഇല്ല എന്ന രീതിയിൽ കൺവേർജൻ്റ് ആൻഡ് ഡൈവേർജൻ്റ് എവല്യൂഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ കൺവേർജൻ്റ് എവല്യൂഷൻ, ഡൈവേർജൻ്റ് എവല്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് അനലോഗസ് ആൻഡ് ഹോമോലോഗസ് ഓർഗൻസ്, അപ്പോൾ സെയിം ഒറിജിനൽ സ്ട്രക്ചർ ആണോ, സെയിം ഫങ്ഷൻ ആണോ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒറിജിനൽ സ്ട്രക്ചർസ് ഡിഫറെൻ്റ് ഫങ്ഷൻ, ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബയോകെമിക്കൽ, മൂന്നാമത്തെ എവിഡൻസ് ആണ് ബയോകെമിക്കൽ എവിഡൻസസ്. ഓർഗാനിസം ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോട്ടീൻസ്, ജീൻസ്, അതർ ബയോമോളിക്യൂൾസ് ആൻഡ് മെറ്റബോളിസം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, 4th ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമുണ്ട്. ഏതാണ് ടോപ്പിക്കിൻ്റെ പേര്? ഡയഗ്രം കാണുമ്പോൾ, റൈറ്റ് സൈഡിൽ ഡയഗ്രം കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. DNA is formed from DNA by replication, then RNA is formed from DNA by transcription, and protein is formed from RNA by translation. ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിൽ DNA, RNA, പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്, നൈട്രജൻ ബേസ്, ഈ കാര്യങ്ങളൊക്കെ പല ഓർഗാനിസത്തിൻ്റെ കേസിലും കോമൺ ആണ്. അപ്പോൾ ഓർഗാനിസംസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജീൻ, പ്രോട്ടീൻ, ബയോമോളിക്യൂൾസ്, മെറ്റബോളിക് പ്രോസസ്സ്, ഇതിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ദേ ആർ ഇവോൾവ്ഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ എന്നാണ്. അതാണ് ഇൻഡിക്കേറ്റ് കോമൺ ആൻസെസ്റ്റർ എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇതാണ് ബയോകെമിക്കൽ എവിഡൻസ്. ഇനി നാലാമത്തെ എവിഡൻസ് പറയുന്നത് നോക്കുക, ബയോജിയോഗ്രഫിക്കൽ എവിഡൻസ്. ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ പേരിലുണ്ടല്ലോ. വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ ഇസ് ദ ഇവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, കൃത്യമായി ശ്രദ്ധിക്കുക. ബയോജിയോഗ്രഫിക്കൽ എവിഡൻസിനെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ. ഇറ്റ് ഈസ് ദ ഇവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിൻറ്റ്. ഒരു സ്ഥലത്ത് നിന്ന് എല്ലാ ഭാഗത്തേക്കും റേഡിയേറ്റ് ചെയ്ത് പോവുക, ആ രീതിയിലാണ് റേഡിയേഷൻ പറയുന്നത്. അഡാപ്റ്റേഷനാണ്. എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷനെ പറ്റി നമുക്കറിയാം. ഇപ്പോൾ എക്സാമ്പിൾ, ഫിഷസിൻ്റെ അഡാപ്റ്റേഷൻ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം, അല്ലെ ലാസ്റ്റ് ഇയറിൽ. സ്വിമ്മിങ് അഡാപ്റ്റേഷൻ ഓഫ് ഫിഷസ് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബേഡ്സിൻ്റെ അഡാപ്റ്റേഷൻ, അതിൻ്റെ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ അതിനുള്ള ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ജീവിക്കുന്ന ജീവികളുടെ അഡാപ്റ്റേഷൻ കൊണ്ട് എവല്യൂഷൻ ഉണ്ടായതിനാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസ് ഫോർ ഇവല്യൂഷൻ. എക്സാമ്പിൾ ഏതാണ്? ഡാർവിൻ ഫിഞ്ചസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്സ്. ഗാലപ്പഗോസ് ഐലൻഡ് എന്ന് പറയുന്ന പ്ലേസ് എങ്ങനെയാണ്? ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന നമ്മുടെ ഫാദർ ഓഫ് ഇവല്യൂഷൻ എന്നറിയപ്പെടുന്ന വ്യക്തി വിസിറ്റ് ചെയ്ത ഒരു ഐലൻഡാണ് ഗാലപ്പഗോസ് ഐലൻഡ്. ഗാലപ്പഗോസ് ഐലൻഡിൽ കാണപ്പെടുന്ന ബേഡ്സ് ആണ് ഡാർവിൻ ഫിഞ്ചസ്. ഡാർവിൻ കണ്ടെത്തിയോണ്ടാണ് ഡാർവിൻ ഫിഞ്ചസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗാലപ്പഗോസ് ഫിഞ്ചസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ആ ബേഡ്സ് നോക്കി നിങ്ങൾ ഡയഗ്രം. ബേഡ്സൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെയാണ്, ബട്ട് ഡിഫർ ഇൻ ദർ ബീക്ക് മോഡിഫിക്കേഷൻ. അല്ല, ഡിഫറെൻറ്റ് ബേഡ്സ് ആണ്, ബട്ട് ലുക്ക് അറ്റ് ദർ ബീക്സ്, ദേ ആർ ഡിഫറെൻറ്റ് ഷേപ്ഡ്. മോഡിഫൈഡ് ബീക്ക് എന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും? മറ്റേ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ആ ടോപ്പിക് കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. അതായത് ഡാർവിൻ ഫിഞ്ചസിനെ പറ്റി പറഞ്ഞ ഡാർവിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് ദ ആൻസസ്റ്റേഴ്സ് ഓഫ് ഫിഞ്ചസ്. പ്രിമിറ്റീവ് ടൈപ്പ് ഉണ്ടായ ബേഡ്സ് എന്തായിരുന്നു? ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് മാത്രം ആഹാരമാക്കുന്നവയായിരുന്നു.
ഫ്രൂഗിവോറസ് ആയിരുന്നു. ഫ്രൂട്ട്സ് മാത്രമായിരുന്നു അവിടെ ഫുഡ്. ബട്ട് പിന്നീട് എന്താ പ്രോബ്ലം വന്നത്? നമുക്കറിയാം, ഒരേ സ്ഥലത്ത് പോപ്പുലേഷൻ സൈസ് കൂടുമ്പോൾ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഒരേ സ്ഥലത്ത് അവയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റാതായി. കാരണം ഫുഡ് കുറയുമ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ചില ബേർഡ്സ് ഇൻസെക്റ്റ് ഈറ്റിംഗ് ആയി, ചില ഗ്രെയിൻസ് ആയി, ചിലത് കാക്ടസ് പോലുള്ള പ്ലാന്റ്സ്, ചിലത് ഫ്രൂട്ട്സ്, ചിലത് ഫ്ലവേഴ്സ്, ചില ഇൻസെക്റ്റ്, അങ്ങനെയുള്ള ഓർഗാനിസത്തെ ആഹാരമാക്കാൻ വേണ്ടി തുടങ്ങി. നോർമൽ ഫ്രൂട്ട്സിന് പകരം ഡിഫറെൻറ്റ് ഫീഡിങ് ഹാബിറ്റ് സെലക്ട് ചെയ്തു. അങ്ങനെ ഫീഡിങ് ഹാബിറ്റ് സെലക്ട് ചെയ്തതുകൊണ്ട് അവയുടെ ബീക്ക് മോഡിഫൈ ചെയ്തു. ഇറ്റ് ടേക്സ് ടൈം. ഓർമ്മ വേണം, ജിയോളജിക്കൽ ടൈം സ്കെയിൽ പറഞ്ഞാണ് നമ്മൾ ഇവല്യൂഷൻ ടേക്സ് ടൈം. 1-2 വർഷങ്ങൾ പോരാ, 1-2 ജനറേഷൻസ് പോരാ, ചിലപ്പോൾ ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് വേണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്തു ഗാലപ്പഗോസ് ഫിഞ്ചസ് അല്ലെങ്കിൽ ഡാർവിൻ ഫിഞ്ചസ്. പിന്നീട് അവയ്ക്ക് അവിടെ ജീവിക്കണമെങ്കിൽ അഡാപ്റ്റേഷൻ വേണമല്ലോ. ആ അഡാപ്റ്റേഷൻ എന്താണ്? ബീക്ക് മോഡിഫിക്കേഷൻ. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ ഏതാണ്? ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. എന്താണ് ഈ മാർസൂപ്പിയൽസ്? മാർസൂപ്പിയൽസ് മീൻസ് പൗച്ച്ഡ് മാമൽസ് ആണ്. നമ്മൾ കങ്കാരു പോലുള്ള ആ ടൈപ്പ് ഓർഗാനിസംസ് ആണ്. മാർസൂപ്പിയൽ റേഡിയേഷൻ അങ്ങനെ നോക്കുക. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് അവയുടെ ഹാബിറ്റൊക്കെ വേറെ വേറെയാണ് ഇപ്പോൾ, പക്ഷേ എല്ലാം ഒരേ ടൈപ്പിൽ നിന്ന് ഉണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്നു. ടാസ്മാനിയൻ വൂൾഫ്, ടൈഗർ ക്യാറ്റ്, ദെൻ ബാൻഡഡ് ആൻഡ് ഈറ്റർ, മാർസൂപ്പിയൽ റാറ്റ്, കങ്കാരു, വോംബാറ്റ്, ബാൻഡിക്കോട്ട്, കോല, മാർസൂപ്പിയൽ മോൾ, അതേപോലെ ഷുഗർ ഗ്ലൈഡർ. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നെ അവയുടെ ഫീഡിങ് പാറ്റേണും ബാക്കി മാറുമ്പോൾ ഇതിൻ്റെയൊക്കെ ഫേസ്, വേറെ മറ്റ് കാര്യങ്ങളല്ല, നമ്മൾ സ്നൗട്ട്, ഫേസ്, ഹെഡ് മാത്രം നോക്കാം, എല്ലാം കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ടൈപ്പാണ്. അപ്പോൾ പിന്നീട് അവയുടെ ഫീഡിങ് ഹാബിറ്റ്, ടെയിൽ കൂടി നോക്കുക. ടെയിൽ കുറച്ച് ഇലോങ്ങേറ്റഡ് ടെയിലാണ്, വലിയ ലോങ് ഒന്നും അല്ല എന്നാലും. അപ്പോൾ ആ ഒരു ടൈപ്പ് ടെയിൽ, അതിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഹെഡ്, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? ദേ ഹാഡ് എ കോമൺ ആൻസെസ്റ്റർ ആൻഡ് ദേ സ്റ്റാർട്ടഡ് റേഡിയേറ്റിംഗ് ടു അതർ പ്ലേസസ്. എന്തിനാണ്? ബൈ അഡാപ്റ്റേഷനാണ്. ഇവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി, ഡാർവിൻ ഫിഞ്ചസും ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും. തേർഡ് എക്സാമ്പിൾ പറയുന്നത് പ്ലാസൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പ്ലാസൻ്റൽ മാമൽസ്, മോൾ, ഫ്ലൈയിങ് സ്ക്വറൽ, ആൻഡ് ഈറ്റർ, ബോബ് ക്യാറ്റ്, മൗസ്, ലെമർ, വോൾഫ്, ഇവയൊക്കെ ഇതേപോലെയാണ്. ഒരു പ്രിമിറ്റീവ് ടൈപ്പിൽ നിന്ന് പിന്നീട് പതുക്കെ അഡാപ്റ്റേഷൻ സംഭവിക്കുമ്പോൾ ഇവല്യൂഷൻ സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില പ്രൂഫാണ് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസിൻ്റെ എക്സാമ്പിൾ അതൊക്കെയാണ്. ഡാർവിൻ ഫിഞ്ചസ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, പിന്നെ പ്ലാസൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. നോക്കുക, വെൻ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് അപ്പിയർഡ് ഇൻ എൻ ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ, ഇറ്റ് റിസൾട്ട്സ് ഇൻ കൺവേർജൻ്റ് ഇവല്യൂഷൻ. വെൻ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ, ഒരേ പ്ലേസിൽ ഒന്നിൽ കൂടുതൽ അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും? കൺവേർജൻ്റ് ഇവല്യൂഷൻ ഉണ്ടാവും. എന്താണ് കൺവേർജൻ്റ് ഇവല്യൂഷൻ? അൺറിലേറ്റഡ് ഓർഗാനിസംസ് ബിക്കം മോർ സിമിലർ ഇൻ ഓർഡർ ടു സർവൈവ് ആൻഡ് അഡാപ്റ്റ് ഇൻ സെയിം എൻവിയോൺമെൻ്റൽ കണ്ടീഷൻ. ഒരേ കണ്ടീഷനിൽ ജീവിക്കാൻ വേണ്ടി എന്താവുന്നു? ബിക്കം മോർ സിമിലർ എന്നാണ് പഠിച്ചത്. നമ്മൾ അനലോഗസ് ഓർഗൻസ് പഠിച്ചാണ് കൺവേർജൻ്റ് ഇവല്യൂഷൻ. എങ്ങനെയാണ് പറയുന്നത്? നോക്കുക, തന്നിരിക്കുന്ന ഓർഗാനിസിൻ്റെ ലിസ്റ്റും ഫോട്ടോസും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പ്ലാസൻ്റൽ മാമൽസും ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും തമ്മിലുള്ള ആ ഡയഗ്രംസ്, ഫോട്ടോസ് നോക്കുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. മോൾ, പിന്നെ മാർസൂപ്പിയൽ മോൾ, ആൻറ്റീറ്റർ ആണെങ്കിൽ അത് ആൻറ്റീറ്റർ ഉണ്ട്, നംബാറ്റ് എന്ന് പറയുന്ന. പിന്നെ മൗസ് ആണെങ്കിൽ മാർസൂപ്പിയൽ മൗസ്, ലെമർ, സ്പോട്ടഡ് കസ്കസ്, ഫ്ലൈയിങ് സ്കുരൽ, ഫ്ലൈയിങ് ഫാലഞ്ചർ, ബോബ് ക്യാറ്റ്, ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ്, വൂൾഫ്, ടാസ്മാനിയൻ വോൾഫ്. അതായത് ഒരേ കണ്ടീഷനിൽ ജീവിക്കുന്നവയാണ്. നമ്മളിപ്പോൾ ബേഡ്സും ബാറ്റും പറഞ്ഞ പോലെ, വിങ്സ് അഡാപ്റ്റേഷൻ വിങ്ങിൻ്റെ പ്രസൻസ് പറഞ്ഞ പോലെ ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞത്. കൺവേർജൻ്റ് ഇവല്യൂഷൻ എക്സിബിറ്റ് ചെയ്യും ഏത്? അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇനി ഫിഫ്ത്ത് എവിഡൻസ് എന്ന് പറയുന്നത്
എംബ്രിയോളജിക്കൽ എവിഡൻസ്. വാട്ട് ഈസ് എംബ്രിയോളജി? സ്റ്റഡി ഓഫ് എംബ്രിയോ. ഇതെങ്ങനെയാണ് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക? പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹേക്കൽ. ഏണസ്റ്റ് ഹേക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതിനെപ്പറ്റി പ്രപ്പോസ് ചെയ്തത്. ഹി ഒബ്സർവ്ഡ് ദാറ്റ് ഓൾ വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ഹാവ് സം കോമൺ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ആബ്സെൻ്റ് ഇൻ അഡൾട്ട്. എംബ്രിയോളജിക്കലി അവയ്ക്ക് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അഡൾട്ട് എത്തുമ്പോൾ ഇല്ലെങ്കിലും എംബ്രിയോളജിക്കലി ദേ ആർ സിമിലർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, ഓൾ വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ഡെവലപ്പ് വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് ജസ്റ്റ് ബിഹൈൻഡ് ദ ഹെഡ്, ബട്ട് ഇറ്റ് ഈസ് ഫങ്ഷണൽ ഓൺലി ഇൻ ഫിഷ് ആൻഡ് നോട്ട് ഫൗണ്ട് ഇൻ അതർ അഡൾട്ട് വെർട്ടിബ്രേറ്റ്. നമ്മൾ പഠിച്ചതാണ് +1 കോഡേറ്റിൻ്റെ ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ 3 മെയിൻ പോയിൻ്റ് പഠിച്ചിരുന്നു. പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, പിന്നെ വെൻട്രൽ ഹാർട്ട്, പോസ്റ്റേർണൽ ടെയിൽ. ഇങ്ങനെ 5 പോയിൻ്റാണ് പഠിച്ചത്. ഇവിടെ ഗിൽ സ്ലിറ്റ്സ് നോക്കുക. ഈ ഡയഗ്രം നോക്കിയാൽ നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. ഫിഷ്, റെപ്റ്റൈൽ, ബേഡ്സ്, ഹ്യൂമൺ, അതായത് ഫിഷ്, റെപ്റ്റീലിയ, ഏവ്സ്, മെമേലിയ, ഈ 4 ഓർഗാനിസിൻ്റെയും എംബ്രിയോളജിക്കൽ ടൈം എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഗിൽസ് കാണിക്കുന്നുണ്ട്, ടെയിലും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫിഷിനും റെപ്റ്റൈലിനും ബേഡ്സിനും ഹ്യൂമണിനും ആ ടെയിൽ ഒരു പാർട്ട് കാണുന്നുണ്ട്. പിന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായി? ഗിൽ സ്ലിറ്റ്സ് ഏതിൽ മാത്രമായി? ഫിഷിൽ മാത്രം. റെപ്റ്റീലിയ, ബേഡ്സ്, മാമൽസിൽ ഗിൽ സ്ലിറ്റ്സ് ഇല്ല. അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിൽ ടെയിലില്ല, മറ്റ് മാമൽസിൽ ടെയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇവോല്യൂഷൻ നടന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഈ ഒരു ഡയഗ്രം കൂടി നോക്കുക നിങ്ങൾ. ഫിഷ്, സാലമാൻഡർ, ടോർട്ടോയിസ്, ചിക്ക്, റാബിറ്റ്, മാൻ, ഇതിൻ്റെയൊക്കെ എംബ്രിയോ നോക്കിയേ. ഏറ്റവും ഫസ്റ്റ് ലെയർ നോക്കിയേ, ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ നോക്കിയേ, എന്തെങ്കിലും ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ഗിൽ സ്ലിറ്റ്സിൻ്റെ മാത്രമല്ല, ഒരുപാട് സിമിലാരിറ്റീസിൻ്റെ എംബ്രിയോ. ബട്ട് ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഏറ്റവും താഴെ എത്തുമ്പോൾ എന്താവുന്നുണ്ട്? ഫിഷ് അല്ലെങ്കിൽ സാലമാൻഡർ, ടോർട്ടോയിസ്, ചിക്ക്, റാബിറ്റ്, മാൻ വേറെ ആവുന്നുണ്ട്. അതായത് എംബ്രിയോളജിക്കലി ദേ ഷോ സം റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഏണസ്റ്റ് ഹേക്കൽ പറഞ്ഞത്. ഹി ഒബ്സർവ്ഡ് ദാറ്റ് ഓൾ വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ഹാവ് കോമൺ ഫീച്ചേഴ്സ്. ഫിഷ്, സാലമാൻഡർ നമുക്കറിയാം എന്താണ്? ആംഫീബിയാണ്. ഇപ്പോൾ ഫിഷസ്, ആംഫീബിയ, റെപ്റ്റീലിയ, ബേഡ്സ്, മെമേലിയ, ഹ്യൂമൻ ബീയിങ് അടക്കമുള്ള ഇവയൊക്കെ എംബ്രിയോളജിക്കലി ചില സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കേസിൽ വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് ആയിട്ട് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതെല്ലാവർക്കും ഒന്നും ഇല്ല, ചില ആൾക്കാരിൽ മാത്രമേ കാണപ്പെടുള്ളൂ. ഈ ഒരു പാർട്ട്, ആ ഒരു ഡോട്ടായിട്ട് കാണുന്നത് നമ്മുടെ ഫങ്ഷൻ ഇല്ലാത്ത ഭാഗമാണ്. ബോഡിക്ക് യൂസ് ഇല്ലാത്തൊരു ഫങ്ഷൻ ലെസ് പാർട്ടാണ് വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു പാർട്ട്. However, Carl Ernst von Baer rejected this proposal. He noted that embryos never pass through the adult stages of other animals. അതായത് എംബ്രിയോസിൽ ഉണ്ടാകുന്ന ഏണസ്റ്റ് ഹേക്കൽ പറഞ്ഞെങ്കിലും കാൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ത് പറഞ്ഞു? അത് റിജക്റ്റ് ചെയ്തു. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? എംബ്രിയോസ് ഒരിക്കലും അഡൾട്ട് സ്റ്റേജ് വഴി പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ സിമിലാരിറ്റീസ് ഉണ്ട് എന്നല്ലാതെ അത് വെച്ച് വ്യക്തമായിട്ട് പ്രൂഫൊന്നുമില്ല. ഡയഗ്രാമാറ്റിക്കലി നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം, നിങ്ങൾക്കറിയാം എന്താണ്? ജേം ലേയേഴ്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ട്രിപ്ലോബ്ലാസ്റ്റിക്, ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ, പ്രസൻസ് ഓഫ് ജേം ലേയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ 6ാമത്തെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എവിഡൻസ് ഫോർ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. വാട്ട് ഈസ് നാച്ചുറൽ സെലക്ഷൻ? നാച്ചുറൽ തന്നെ സെലക്ട് ചെയ്യുന്നു. നാച്ചുറൽ സെലക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഓർഗാനിസംസ് ദാറ്റ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദർ എൻവയോൺമെൻറ്റ് സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. അതായത് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ഓർഗാനിസംസ് ആർ സെലക്റ്റഡ് ബൈ ദി നേച്ചർ ഇറ്റ് സെൽഫ്. നേച്ചർ തന്നെ സെലക്ട് ചെയ്യുന്നു. ചില എക്സാമ്പിൾ നോക്കുക. ഒരു എക്സാമ്പിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ മെലാനിസം, ഒരു എക്സാമ്പിൾ. മറ്റൊന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഇൻ ഓർഗാനിസം അഗെയിൻസ്റ്റ് ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ഓർ ഡ്രഗ്സ്. ആ രണ്ടാമത്തെ കേസ് ആദ്യം പറയാം. നമ്മൾ പെസ്റ്റ് അറ്റാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഫീൽഡിൽ പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ്സ്
ഇതൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ബട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് എന്തായി പെസ്റ്റിനതൊരു വിഷമല്ലാതായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആക്ടിവിറ്റി, നമ്മളിപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് ടൈമാണ് ഒരു പെസ്റ്റിസൈഡ് കിട്ടുന്നതെങ്കിൽ അത് ചാവും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, ഈ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പെസ്റ്റിനെപ്പോഴും പെസ്റ്റിസൈഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് കാരണം എന്ത് സംഭവിച്ചു, അതിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വെറൈറ്റീസ്. ഓർഗാനിസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പെസ്റ്റിസൈഡ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഫോം ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റി കൊണ്ട്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻ. വാട്ട് ഈസ് ആന്ത്രപ്പോളജി? ആന്ത്രപ്പോജനിക് മീൻസ് ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ആന്ത്രപ്പോജനിക് ആക്ഷൻ മീൻസ് ഇവല്യൂഷൻ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റി മൂലമുണ്ടായ 2 എക്സാമ്പിൾസാണ് ഈ പറയുന്നത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇൻ ഇംഗ്ലണ്ട് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ 1850s ടൈമിലാണ് ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാപകമായിട്ട്. അതായത് 1850s മുമ്പ് ഇംഗ്ലണ്ടിൻ്റെ അറ്റ്മോസ്ഫിയർ നോൺ പൊല്യൂട്ടഡ് ആയിരുന്നു. വല്ല സ്മോക്കും ഡസ്റ്റൊന്നും ഇല്ലാതെ ക്ലീൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. 1850s ശേഷം ആ കാര്യം ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിൽ വേണം. അതായത് 1850s ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് 1850s മുമ്പ് എന്തായിരിക്കും, ഇംഗ്ലണ്ടിൽ ഫാക്ടറീസും ഒന്നും എല്ലാം കുറവായതുകൊണ്ട് പൊല്യൂഷൻ കുറവാണ്. ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, പൊല്യൂഷൻ കൂടി. ഈ 2 ബേസിക് കൺസെപ്റ്റ് മനസ്സിൽ വേണം. ഇനി നോക്കാം, ഡയഗ്രവും പോയിന്റ് നോക്കാം. ഇൻ ഇംഗ്ലണ്ട് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ there were more white-winged moth on trees than dark-winged moth. മോത്ത് മീൻസ് എന്താണ്, ഡയഗ്രത്തിൽ കാണുന്നുണ്ട് മോത്ത് മീൻസ് നൈറ്റ് വരുന്ന ബട്ടർഫ്ലൈ പോലുള്ളൊരു ഇൻസെക്റ്റാണ് മോത്ത്സ് എന്ന് പറയുന്നത്. 2 തരം മോത്ത്സ് ആണ് ഇംഗ്ലണ്ടിൽ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത്. ബിസ്റ്റൺ ബെറ്റുലേറിയ എന്ന് പറയുന്ന വൈറ്റ് വിങ്ഡും ബിസ്റ്റൺ കാർബോണേറിയ എന്ന് പറയുന്ന ഡാർക്ക് വിങ്ഡ് മോത്തും ഉണ്ടായിരുന്നു. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ നോക്കുക, ഡയഗ്രം നോക്കി അറിയാം എന്താണ്, ബിസ്റ്റൺ ബെറ്റുലേറിയ ഈസ് മോർ കമ്പയർഡ് ടു ബിസ്റ്റൺ കാർബോണേറിയ. ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷനോ ബിസ്റ്റൺ കാർബോണേറിയ ഈസ് മോർ കമ്പയർഡ് ടു ബിസ്റ്റൺ ബെറ്റുലേറിയ. എന്താണ് ഇതിൻ്റെ റീസൺ? ഒന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ നോക്കുക, there was thick growth of white colored lichen covered the trees. എന്ത് സ്റ്റാർട്ട് ചെയ്തില്ല, ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് എന്താവുന്നുണ്ട്, ഓൾ ട്രീസ് were covered with white colored lichen. ലൈക്കൻ നിങ്ങൾക്ക് അറിയാലോ, symbiotic association between algae and fungi. All tree trunks were covered with white lichen. ഓക്കെ, ഇനിയോ ഇതാണ് ട്രീ ട്രങ്ക്സ്, അതിൽ വൈറ്റ് ലൈക്കൺ കവറിങ് ഉണ്ട്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്കൊരു മോത്തിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഡയഗ്രത്തിൽ മോത്തിനെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇത് ഒരു മോത്താണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് സർഫേസിൽ വൈറ്റ് മോത്ത് സർവൈവ് ചെയ്തു. അവിടെ പെട്ടെന്ന് നോക്കിയാൽ കാണുന്നില്ല. ഓക്കെ, നേരെ തിരിച്ചു നോക്കിയാൽ ഇവിടെ എളുപ്പത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? വൈറ്റ് സർഫേസിൽ ബ്ലാക്ക് മോത്തിന് എളുപ്പത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇനി നമ്മൾ പോയിന്റ് നോക്കുക. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ദർ വാസ് തിക്ക് ഗ്രോത്ത് ഓഫ് വൈറ്റ് കളർഡ് ലൈക്കൺ കവേർഡ് ദ ട്രീസ്. ഇൻ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ദ വൈറ്റ് വിങ്ഡ് മോത്ത് സർവൈവ്ഡ്, ബട്ട് ദ ഡാർക്ക് കളേർഡ് മോത്ത്സ് വർ പിക്ഡ് ഔട്ട് ബൈ പ്രിഡേറ്റർ. പ്രിഡേറ്റർ മീൻസ് ബേർഡ്സ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ ബേർഡ്സ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, എളുപ്പത്തിൽ ഈ ഡാർക്ക് കളേർഡ് മോത്ത്സിനെ പിക്ക് ചെയ്യാൻ പറ്റും. കാരണം എളുപ്പത്തിൽ കാണും. വൈറ്റ് കളേർഡ് മോത്ത്സിനെ പെട്ടെന്ന് കാണില്ല, കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിലോ
tree trunks became dark due to industrial smoke and soot. No lichens. ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു ആഫ്റ്റർ 1850s, ഒരു 1920 ഒക്കെ ആകുമ്പോഴേക്ക് ഫുള്ളി പൊല്യൂഷനാണ്. സോ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി പൊല്യൂട്ടഡ് വിത്ത് സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഫ്രം ഫാക്ടറീസ് ഓർ ഇൻഡസ്ട്രീസ്. അതേപോലെ മറ്റൊരു പ്രോബ്ലം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ ട്രീ ദർ വർ നോ ലൈക്കൻസ്. കാരണം ട്രീസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തത് കാരണം അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി ഡാർക്കായി. സോ ദർ ഇസ് നോ ലൈക്കൻസ്. So the tree trunks appeared black. White-winged moth did not survive because the predators identify them easily. ഇപ്പോൾ ട്രീ ട്രങ്ക്സ് ബ്ലാക്ക്, അതിൽ വൈറ്റ് മോത്തിന് എളുപ്പത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഡാർക്ക് ആണെങ്കിൽ പറ്റുന്നില്ല. ഈ ഡയഗ്രത്തിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് വൈറ്റ് വിങ്ഡ് മോത്തേ കാണുന്നുള്ളൂ, ഡാർക്ക് വിങ്ഡ് കാണുന്നില്ല. അതാണ് പറഞ്ഞത് ആഫ്റ്റർ അപ്പോൾ നോക്കുക, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ വൈറ്റ് വിങ്ഡ് മോത്ത് സർവൈവ്ഡ്. After industrialization, dark-winged moth survived. Who selected white moth before industrialization? Nature. And who selected dark-winged western carbonaria after industrialization? Nature. So it is called natural selection. അങ്ങനെ നാച്ചുറൽ സെലക്ഷൻ വഴിയും ഇവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഡാർക്ക് വിങ്ഡ് മോത്താണ്, കാരണം അതാണ് സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എവിഡൻസസ് ഫോർ ഇവല്യൂഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നത്. എന്തൊക്കെ പഠിച്ചു? പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ്, എക്സാമ്പിൾ ഫോസിലുമായിട്ട് കണക്ട് ചെയ്ത്. പിന്നെ മോർഫോളജിക്കൽ അനാട്ടമിക്കൽ എവിഡൻസ്, അതിൽ ഹോമോലോഗസ് അനലോഗസ് ഓർഗനും ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് ഇവല്യൂഷനും. 3 ബയോകെമിക്കൽ എവിഡൻസസ്. 4 അഡാപ്റ്റീവ് റേഡിയേഷൻ. പിന്നെ 5 ആണെങ്കിലോ ഫിഫ്ത്ത് നമ്മൾ പറഞ്ഞതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസസ്. 6th എവിഡൻസസ് ഫോർ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്ക് വരുന്നത്, എവിഡൻസസ് ഫോർ എവല്യൂഷണൽ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.